നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് HMDയുടെ HMD ഫ്യൂഷൻ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ചാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു സ്മാർട്ട് ഫോൺ സത്യത്തിൽ ഉപയോഗിക്കാനായിട്ടും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനായിട്ട് നല്ലവണ്ണം എക്സൈറ്റഡ് ആയിരുന്നു. കാരണം സാധാരണ സ്മാർട്ട് ഫോണിൽ ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും റിപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ സ്മാർട്ട് ഫോൺ ആണ്. സ്മാർട്ട് ഫോൺ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് അക്സസറീസ് കൂടെ ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഈ ഒരു ചെറിയ ബോക്സിനുള്ളിൽ ഇതിന്റെ യൂസർ മാനുവലും വാറന്റി കാർഡും ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ സിം ഇഞ്ചക്ട് ചെയ്യാനുള്ള ചെറിയൊരു പിൻ കൂടെ ഈ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഒരു ടൈപ്പ് സി ചാർജിംഗ് കേബിളും 33 വാട്ട്സിന്റെ ഒരു ചാർജിംഗ് അഡാപ്റ്ററുമാണ്. അപ്പോൾ അൺബോക്സിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഫോണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ആദ്യം തന്നെ കാണിച്ചു തരാം. ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ? സാധാരണ ഫോണുകളുടെ ബാക്ക് സൈഡ് ഇങ്ങനെയാണോ? ഇതൊക്കെ കവർ ചെയ്തല്ലേ വരുന്നത്. പക്ഷേ ഈ സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡ് ഈ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറേ സ്ക്രൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ട് ഉണ്ട്. അത് എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഇതിന്റെ ബാക്ക് സൈഡ് ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇതിന്റെ ബാറ്ററിയോ അല്ലെങ്കിൽ ചാർജിങ് പോർട്ടോ ഡിസ്പ്ലേയോ ഒക്കെ തന്നെ നമുക്ക് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. മുമ്പ് ഞാൻ HMD ക്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫോണിന്റെ വീഡിയോ ചെയ്തിരുന്നു. ഈ ഫോൺ നമുക്ക് സെൽഫായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഫോണാണ്. അപ്പോൾ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പലരും പറഞ്ഞൊരു കാര്യമാണ്, ഇതിന് സർവീസ് സെന്റർ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സെൽഫ് റിപ്പയറിംഗിന്റെ പരിപാടിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം സെൽഫ് റിപ്പയറിംഗ് നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യം ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഒരു ഫോണിൽ സെൽഫ് റിപ്പയർ ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി അത്യാവശ്യമാണോ അല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, ഇനി ഈ ഫോണിന്റെ അടുത്തൊരു പ്രത്യേകത ഉണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഇതിന്റെ ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ് ഇതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഫോണിനോടൊപ്പം തന്നെ രണ്ട് ഔട്ട്ഫിറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എന്നാൽ കുറെ ഡിസൈനുകളൊക്കെ ഉള്ള ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ ബ്ലൂ കളറിലുള്ള മറ്റൊരു ഔട്ട്ഫിറ്റ് കൂടെ വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് കൂടെ ഉണ്ടായിരുന്നു. ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഇതിലൊരു LED ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, നമ്മൾ സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതേപോലെ ലൈറ്റിങ്ങിന് ഫ്രണ്ടിലോട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ബാക്ക് ക്യാമറ ഉപയോഗിക്കുമ്പോഴും LED ലൈറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ LEDയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് വരും. പല കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്തിടാം. ഓരോ മൂഡിനനുസരിച്ചുള്ള കളർ ഇട്ടുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഒരു ബ്രാൻഡും ഇതേപോലെ ഫോണിന്റെ ഔട്ട്ഫിറ്റിന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഫോണിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഈ ഫോണിന്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ നോക്കി, ഇവിടെ കുറെ പിന്നുകൾ കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പിന്നുകൾ. ഇത് നമുക്ക് ഈ ഔട്ട്ഫിറ്റ് ഇടുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആവും. അതായത് ഈ LED ഉള്ള ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, ഇതിന്റെ ബാക്ക് സൈഡിലും പിന്ന് കണക്ട് ആകുന്ന ഒരു ഭാഗമുണ്ട്. ജസ്റ്റ് നമ്മൾ ഈ ഒരു ഫോൺ ഈ ഔട്ട്ഫിറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കവർ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ആവും. അതിനുശേഷം പിന്നെ നമ്മുടെ ഫോണിന്റെ ബാറ്ററി ചാർജ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ LED ലൈറ്റും കാര്യങ്ങളും ഒക്കെ വർക്ക് ആവും. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോണിന്റെ ഔട്ട്ഫിറ്റിൽ HMD കൊണ്ടുവന്നിരിക്കുന്നത്. ഇതും ഈ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന HMD ഫ്യൂഷൻ ഗെയിമിംഗ് ഔട്ട്ഫിറ്റ് ആണ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത് HMDയുടെ പുതിയൊരു ഗെയിമിംഗ് കൺസോൾ ആണ്. ഈ ഗെയിമിംഗ് കൺസോളിലും ഈ കാണുന്ന പിന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ഫോണുമായിട്ട് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണക്ട് ആയിക്കൊള്ളും. അപ്പോൾ ഇത് കണക്ട് ആയില്ലോ എന്ന് അറിയാനായിട്ട് ഈ ഒരു ബ്ലൂ ലൈറ്റ് ചെക്ക് ചെയ്താൽ മതി. ബ്ലൂ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കൺസോൾ ഫോണുമായിട്ട് കണക്ട് ആയത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ സ്വിച്ചസും കാര്യങ്ങളും ഒക്കെ തന്നെ നല്ല സെറ്റപ്പ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിവൈസ് ആണിത്. ഇത് കണക്ട് ആയി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്ക് ആകാനായിട്ട് തുടങ്ങും. ഗെയിം കളിക്കുമ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിൻ ആവും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഇവിടെ ചാർജിംഗ് പോർട്ടിന്റെ താഴെയായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് ഫീച്ചേഴ്സിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഫോണിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കണം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ നൽകിയിരിക്കുന്നത്. 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ ഉണ്ട്. അതിന് താഴെയായിട്ട് പവർ ബട്ടൺ ഉണ്ട്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറും നൽകിയിട്ടുള്ളത്. ഇനി താഴെ സൈഡിലേക്ക് ബോട്ടം സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതേപോലെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ഉണ്ട്. പിന്നെ ഒരു സ്പീക്കറും നൽകിയിട്ടുണ്ട്. ടോപ്പിലായിട്ട് മൈക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറേയധികം സ്ക്രൂസ് നൽകിയിട്ടുണ്ട്. ഇതിന് താഴെയായിട്ട് ചെറിയൊരു പിന്ന് നൽകിയിട്ടുണ്ട്. പിന്നെ ക്യാമറ മൊഡ്യൂളും കാണാനായിട്ട് സാധിക്കും. ഇനി ഡിസ്പ്ലേ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6.56 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. 600 നിറ്റ്സിന്റെ വരെ പീക്ക് ബ്രൈറ്റ്നസ് ഇതിൽ ലഭിക്കുന്നുണ്ട്. വെളിയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ ഒത്തിരി മൾട്ടിമീഡിയ കണ്ടന്റുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും. പിന്നെ ഇതിന്റെ
ഡിസ്പ്ലേ സൈസ് 6.56 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ കയ്യിൽ ഒതുങ്ങുന്ന ഫോണാണ്. വലിയ വെയിറ്റും കാര്യങ്ങളും ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ 33 വാട്ട്സിന്റെ ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പം നല്ലൊരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഫോണിൽ കിട്ടും. ഞാൻ HMDയുടെ മറ്റ് 2 ഫോണുകൾ നേരത്തെ വാങ്ങിയത് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ബാറ്ററി ബാക്കപ്പ് വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ HMD ഫ്യൂഷനിൽ നമുക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇനി ഇതിന്റെ പ്രോസസ്സർ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4th Gen 2 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഏകദേശം 2 weeks ആയി ഒരു ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, അതേപോലെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ നല്ല രീതിയിൽ ബ്രൗസിങ്, മൾട്ടിമീഡിയ കുറേ വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു രീതിയിലും എനിക്ക് ഒരിടത്ത് പോലും ഒരു ലാഗ് ഫീൽ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു പ്രോസസ്സർ കുറച്ച് കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. പക്ഷെങ്കിൽ എനിക്കിതിൽ ഒരു പ്രശ്നം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച്, ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചുമായിട്ട് ഈ ഒരു പ്രോസസ്സർ മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു സംശയമുള്ളൂ. അല്ലാതെ ഈ ഒരു പ്രോസസ്സർ അതിന്റെ വർക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോൾ പിന്നെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എല്ലാ രീതിയിലുള്ള വർക്കും ഇത് നല്ല രീതിയിൽ ഈ ഒരു പ്രോസസ്സർ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ ഇരിക്കുന്ന ഈ ഫോൺ 8GB 256GB വേരിയന്റ് ആണ്. ആൻഡ്രോയിഡ് 14 ഇപ്പോൾ ഇത് റൺ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് കിട്ടും. ബ്രാൻഡ് പറയുന്നത് 3 year അപ്ഡേറ്റ്സ് ആണ് പറയുന്നത്. അതായത് 2 year സെക്യൂരിറ്റി അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ പ്ലസ് 1 year വീണ്ടും സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കിട്ടും. ലാസ്റ്റ് 1 yearലെ അപ്ഡേറ്റുകൾ ക്വാർട്ടർലി ആയിരിക്കും കിട്ടുക. എന്നാൽ ആദ്യത്തെ 2 yearൽ നമുക്ക് എല്ലാ മാസവും സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുകൾ ഈ ഒരു ഫോണിൽ കിട്ടുമെന്നാണ് ബ്രാൻഡ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ ക്യാമറ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. 108 മെഗാപിക്സലിന്റെ AI ക്യാമറാസ് ആണ് ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ 50 മെഗാപിക്സലിന്റെ ആണ്. ഈ ഫോൺ എൻ്റെ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെക്ക് ചെയ്ത് നോക്കിയത് ഇതിന്റെ ക്യാമറ എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. കാരണം വേറൊന്നുമില്ല, HMDയുടെ ഇതിന് മുമ്പുള്ള ഒരു ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നതിന്റെ ക്യാമറ അത്ര എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് മാറ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം കുറെ ഇമേജസ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിൽ ഇവർ ക്യാമറ സൈഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ ബാക്ക് ക്യാമറ ആയിക്കോട്ടെ രണ്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ എടുത്ത കുറെ ഫോട്ടോസ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഒക്കെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് നോയ്സ് ഒക്കെ ഫോട്ടോയിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഒഴിവാക്കാനായിട്ട് ലോ ലൈറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ LED ലൈറ്റിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ നൽകിയിട്ടുമുണ്ട്. അതേപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് 60 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ മറ്റൊരു കാര്യം കൂടെ ഇതിന്റെ ക്യാമറ സൈഡിൽ ശ്രദ്ധിച്ചത്, നമ്മൾ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഷെയ്ക്ക് ഒന്നും ഉണ്ടാകുന്നില്ല. സാമാന്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. ഞാൻ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് വീഡിയോസ് ഇതിൽ റെക്കോർഡ് ആയിട്ടുള്ളത്. ഇനി ബാക്ക് ക്യാമറയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 108 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. പിന്നെ ഇതിൽ ശരിക്കും വർക്ക് ആകുന്നുണ്ട്. കാരണം നമ്മൾ ഇതിലൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ലോഡായിട്ട് വരാൻ, അതിന്റെ ആ ഒറിജിനൽ ക്വാളിറ്റിയിലേക്ക് വരാൻ ചില സെക്കൻഡ്സ് എടുക്കുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അടുത്ത അപ്ഡേറ്റുകളിലൂടെ ഇവർക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇതിൽ നോട്ട് ചെയ്തത്, ഇതിന്റെ ഒരു കളർ ടൂൺ എന്ന് പറയുന്നത് നാച്ചുറൽ കളർ ടൂൺ. അതായത് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കുന്ന ആ വസ്തുവിന്റെ കളർ എന്താണോ ആ കളർ മാത്രമേ ഇതിലേക്ക് ക്യാപ്ചർ ആവുന്നുള്ളൂ. അപ്പൊ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് നമുക്ക് ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്, നാച്ചുറൽ കളറും കിട്ടുന്നുണ്ട്. ചില ഫോണുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കും വരുന്നത്. അതായത് ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചുമന്നിരിക്കും. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് ഫോട്ടോ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു മാക്സിമം ഔട്ട്പുട്ടിലേക്ക് ആ ഫോട്ടോസിനെ നമുക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പോർട്രേറ്റ് ഇമേജുകളും ഇതുകൊണ്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ ക്യാമറയിൽ ശ്രദ്ധിച്ച് മറ്റൊരു കാര്യമായിരുന്നു ഇതിന്റെ ഫോക്കസ് ട്രാക്കിംഗ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ട്രാക്കിംഗ് ഇതിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് അടുത്ത ഒബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് ട്രാക്ക് ചെയ്യുകയും അത് ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ കയ്യിലുള്ള മറ്റ് ചില ഫോണുകളിലൊക്കെ ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് പ്രോപ്പറായിട്ട് ഈ രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ആ ഫോണുകളിൽ. പക്ഷേ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഫോക്കസ് ട്രാക്കിംഗിൽ ഈ ഒരു ഫോണിൽ ലഭിച്ചു. പിന്നെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചും 60 FPS വരെ വീഡിയോകൾ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്ക് ക്യാമറയിലും സ്റ്റെബിലൈസേഷനും വലിയ കുഴപ്പമില്ല. അതേപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിയും ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇനി ബാക്ക് ക്യാമറ ഉപയോഗിച്ചെടുത്ത കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. 29 തൊട്ട് ഈ ഒരു ഫോൺ ആമസോണിൽ അവൈലബിൾ ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ പ്രൈസ് 15,999 രൂപയാണ്. അപ്പോൾ ഈ ഫോണിനോടൊപ്പം തന്നെ 2 ഔട്ട്ഫിറ്റുകളും ലഭിക്കുന്നുണ്ട്. അതായത് ഈ LED ലൈറ്റുള്ള ഔട്ട്ഫിറ്റ്, അതേപോലെ തന്നെ ക്യാഷ്വൽ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഈ 2 ഔട്ട്ഫിറ്റിനോടൊപ്പം ആയിരിക്കും ഈ ഫോൺ ലഭിക്കുന്നത്. ആമസോണിൽ അവൈലബിൾ ആകുമ്പോൾ ഈ 2 ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഈ ഫോണിനോടൊപ്പം ലഭിക്കും. ഫോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനോടൊപ്പം ലഭിക്കുന്ന കവറിനെ കുറിച്ചിട്ട് പറയാനുള്ളത് നല്ല കിഡിലൻ ക്വാളിറ്റിയുള്ള ഔട്ട്ഫിറ്റ് ആണിത്. നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റുകൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഈ ഫോൺ നമുക്ക് സെൽഫായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത്, കാരണം നമുക്ക് ഇപ്പം നമ്മുടെ ഫോണിന്റെ ബാറ്ററിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു, നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്, അത് സർവീസ് സെന്ററിൽ കൊണ്ടുപോകും, അവർ ബാറ്ററി എവിടെയെങ്കിലും വരുത്തിച്ച് അതിനുശേഷം അവരത് മാറ്റിയിട്ടൊക്കെ ആയിരിക്കും തരുന്നത്. ഇനി ഫോണിന്റെ സ്ക്രീൻ പൊട്ടുകയോ മറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയും 2 ആഴ്ചയും ഒക്കെ സർവീസ് സെന്ററിൽ നമ്മൾ ഫോൺ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മളുടെ ഡേറ്റയും നമ്മളുടെ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഫോൺ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സർവീസ് സെന്ററിൽ സബ്മിറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. എന്നാൽ HMD ഈ ചെയ്തിരിക്കുന്ന കാര്യം വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പലരും ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മുടെ ഫോൺ നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോലും നമ്മൾ സർവീസ് സെന്ററിൽ നമ്മുടെ ഫോൺ സബ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. എന്നാൽ ഈ ഒരു കാര്യം എല്ലാ ബ്രാൻഡുകളും ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് മുമ്പോട്ടുള്ള സമയത്ത് മാറും. ഫോണ് ഈ പറയുന്ന സർവീസ് സെന്ററിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ഫോണ് റിപ്പയർ ചെയ്യാൻ പറ്റും. ഏത് പാർട്ടിനാണോ കംപ്ലൈന്റ് അത് ഓർഡർ ചെയ്യുക ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന്, അതിനുശേഷം റിപ്പയർ ചെയ്യുക. എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഫോൺ ഞാൻ 2 വീക്സ് ഉപയോഗിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഫോൺ ഇഷ്ടപ്പെട്ടു, ഇത് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു. കാരണം സ്റ്റോക്ക് ആൻഡ്രോയിഡിലാണ് ഇത് വരുന്നത്. ബ്ലോട്ട്വെയർസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് ശല്യമാകുന്ന രീതിയിലല്ല, നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്ന ബ്ലോട്ട്വെയർ ഒക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഗെയിമിംഗ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിന്റെ പ്രോസസ്സറും സ്നാപ്ഡ്രാഗൺ 4 Gen 2 പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സർ ആയതുകൊണ്ട് ഈ ഫോണിന്റെ പ്രൈസ് ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ നമുക്കറിയാം HMD മുമ്പ് ഇറങ്ങിയ എല്ലാ ഫോണുകളും പ്രൈസിന്റെ കാര്യത്തിൽ ഒരുപടി മുമ്പിലാണ്. കുറച്ച് പൈസ കൂട്ടിയാണ് അവർ കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ബ്രാൻഡ് കാണിച്ചിട്ടില്ല. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാനായിട്ട് പറ്റും ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ബൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറാണെങ്കിൽ ഈ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകളുടെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.